ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ. തൃശൂർ നിയോജക മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ സമയത്തെ ചൊല്ലി തർക്കം. ചാവക്കാട് എടക്കഴിയൂരിൽ വീട്ടിൽ നടന്ന പ്രസവത്തിന് ശേഷം അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അക്യൂപങ്ചറിസ്റ്റായ ഭർത്താവ് അറസ്റ്റിൽ. പഞ്ചവടി കല്ലുവളപ്പിൽ ഇബ്രാഹിമാണ് അറസ്റ്റിലായത്. ആളൂർ വെള്ളാഞ്ചിറയിൽ മദ്യമൊഴിച്ച് യുവതിയെ തീകൊളുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ ആയിരങ്ങൾ കാവു തീണ്ടി. ഭരണി നാളായ ഞായറാഴ്ച കുമ്പളങ്ങ ബലിയർപ്പിച്ച് വെന്നിക്കുടി നാട്ടുന്നതോടെ ഭരണി ആഘോഷത്തിന് സമാപനമാകും. വാർത്തകളിലേക്ക് വിശദമായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 2 പ്രവൃത്തി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. തിങ്കളാഴ്ചയാണ് പത്രിക നൽകാനുള്ള അവസാന ദിവസം. സൂക്ഷ്മ പരിശോധന ചൊവ്വാഴ്ച നടക്കും. 26 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. വിധിയെഴുത്തിന് ഇനി 19 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പ്രവർത്തകരും നേതാക്കളും മണ്ഡലങ്ങളിൽ സജീവമാണ്. UDFന്റെ മണ്ഡലം കൺവെൻഷനുകൾ പുരോഗമിക്കുന്നു. ചാലക്കുടി, കൊടുങ്ങല്ലൂർ കൺവെൻഷനുകൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. LDF കൺവെൻഷൻ ഞായറാഴ്ച ആരംഭിക്കും. 6 നിയോജക മണ്ഡലം കൺവെൻഷനുകൾ ഞായറാഴ്ച നടക്കും. തിങ്കളാഴ്ച 5 ചൊവ്വാഴ്ച 2 കൺവെൻഷനുകൾ LDF നിശ്ചയിച്ചിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥികൾ ആദ്യ റൗണ്ട് പ്രചരണം പൂർത്തിയാക്കി. NDAയുടെ കുടുംബയോഗങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ നിയോജക മണ്ഡലത്തിലെ UDF, LDF, NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ RDO വിനോദ് രാജ് മുൻപാകെയാണ് മൂവരും പത്രിക നൽകിയത്. UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ, LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ, NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ എന്നിവരാണ് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. റോഡ് ഷോയുടെ അകമ്പടിയില്ലാതെ ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനെത്തിയ രാജൻ ജെ പല്ലനൊപ്പം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി MA റഷീദ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കാഞ്ഞിരത്തെങ്കൽ എന്നിവരുണ്ടായിരുന്നു. രണ്ടാമതായി LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ വിവിധ ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരുമൊത്ത് പ്രകടനമായാണ് കളക്ടറേറ്റിലെത്തിയത്. P ബാലചന്ദ്രൻ MLA, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPM ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട, CPI അസിസ്റ്റന്റ് സെക്രട്ടറി C സുമേഷ് എന്നിവർ ആലങ്കോടിനൊപ്പം ഉണ്ടായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനും നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം റോഡ് ഷോ ആയാണ് NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ കളക്ടറേറ്റിലെത്തിയത്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി KR ഹരി, മേഖലാ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. TCV തൃശൂർ. തൃശൂർ നിയോജക മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ സമയത്തെ ചൊല്ലി തർക്കം. ആദ്യമെത്തിയ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലന്റെ പത്രികാ സമർപ്പണ നടപടികൾ നീണ്ടുപോയതോടെ രണ്ടാമതെത്തിയ LDF സംഘത്തിനും പിന്നീടെത്തിയ NDA സംഘത്തിനും ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. UDF സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണം കഴിഞ്ഞതോടെ മുഹൂർത്തമുള്ളതിനാൽ രണ്ടാമത് പത്രിക സമർപ്പിക്കാൻ അവസരം നൽകണമെന്ന് NDA പ്രതിനിധികൾ അഭ്യർത്ഥിച്ചു. ക്രമപ്രകാരം തങ്ങളുടെ ഊഴമെന്നായിരുന്നു LDF വാദം. തുടർന്ന് LDF സ്ഥാനാർത്ഥി പത്രിക നൽകി. പത്രികയുടെ ഒത്തുനോക്കൽ മാറ്റിവെച്ചതോടെ NDA സ്ഥാനാർത്ഥിക്കും മുഹൂർത്തത്തിനുള്ളിൽ പത്രിക നൽകാൻ കഴിഞ്ഞു. ഒല്ലൂർ നിയോജക മണ്ഡലം LDF, UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലം റിട്ടേണിംഗ് ഓഫീസറായ തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്കാണ് ഇരുവരും പത്രികകൾ സമർപ്പിച്ചത്. ചെമ്പൂക്കാവിലെ കാർഷിക ഓഫീസിലേക്ക് നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായെത്തിയാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K രാജൻ പത്രിക സമർപ്പണം നടത്തിയത്.
മുൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി ഉൾപ്പെടെയുള്ള നേതാക്കളും രാജനോടൊപ്പം ഉണ്ടായി. കുപ്രചാരണങ്ങൾ തള്ളുന്ന ജനം 10 വർഷക്കാലം മണ്ഡലത്തിൽ നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുമെന്നും LDF വൻ വിജയം നേടുമെന്നും രാജൻ പറഞ്ഞു. പ്രതീക്ഷയ്ക്ക് വേറെ പ്രത്യേകിച്ച് ഒരു മങ്ങലും ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. വാനോളം പ്രതീക്ഷയാണ്. ഒല്ലൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്ന് കേരളത്തിനോടൊപ്പം വിധിയെഴുതും. ആവേശപരമായിട്ടുള്ള അനുഭവമാണ് താഴത്ത് എല്ലായിടത്തും പോകുമ്പോൾ ലഭ്യമാകുന്നത്. അത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം അക്കാര്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നിട്ടുള്ള സമാനതകളില്ലാത്ത, നേരിൽ കാണാൻ പറ്റുന്ന, ആര് കള്ളപ്രചരണം നടത്തിയാലും മാച്ചു കളയാനാകാത്ത വികസനത്തിന്റെ നേർരേഖ നമുക്ക് നേരിട്ട് കാണാനാകുന്നുണ്ട്. ഒരു പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത പങ്കും ഈ ഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ ഒരു നാട് മുഴുവൻ ഏറ്റുവാങ്ങും എന്ന വലിയ പ്രതീക്ഷയുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായി മനുഷ്യൻ എന്ന ആശയത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം സ്നേഹപൂർവ്വം പ്രതികരിക്കാൻ കഴിയുന്ന ഒല്ലൂരിന്റെ മനസ്സ് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് വലിയ പ്രതീക്ഷയോടെ, കഴിഞ്ഞ തവണത്തെക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാകും. LDF സ്ഥാനാർത്ഥി പത്രിക നൽകി ഇറങ്ങുമ്പോഴാണ് എതിർ സ്ഥാനാർത്ഥിയായ UDFന്റെ ഷാജി കോടങ്കണ്ടത്ത് പത്രികാ സമർപ്പണത്തിനായി എത്തിയത്. സ്ഥാനാർത്ഥിക്ക് ഹസ്തദാനം നൽകി ആശംസകളും പങ്കുവച്ചാണ് രാജൻ മടങ്ങിയത്. തുടർന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഷാജി കോടങ്കണ്ടത്ത് പത്രിക സമർപ്പിച്ചത്. നിരവധി പ്രവർത്തകരും നേതാക്കളും പിന്തുണയുമായി എത്തിയിരുന്നു. ടോളിനെതിരായ നിരന്തര നിയമപോരാട്ടങ്ങളും പട്ടിലുംകുഴി മയിലാട്ടുംപാറ പാലം യാഥാർത്ഥ്യമാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മണ്ഡലത്തിലെ ആൾ എന്ന നിലയിൽ തനിക്ക് ഗുണമാകുമെന്നും സർക്കാരിനെതിരായ ജനവികാരം വോട്ടായി മാറുമെന്നും ഷാജി കോടങ്കണ്ടത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഒല്ലൂരും ഞാനുമായിട്ട് അഭേദ്യ ബന്ധമുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിലെ ജനങ്ങളിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. ജനങ്ങൾ എന്നോട് വളരെ സ്നേഹമുണ്ട്. ടോൾ പ്ലാസ അടക്കമുള്ള വിഷയങ്ങളിൽ, അതുപോലെ തന്നെ പട്ടിലുംകുഴി കോടതിപ്പാലം അടക്കമുള്ള വിഷയങ്ങളിൽ, നടത്തറ മാലിന്യ പ്ലാന്റ്, അതുപോലെ ചുള്ളിക്കാവ് ചിറ, അങ്ങനെ ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ നിയമസമര പോരാട്ടത്തിലൂടെ വിജയം കണ്ടെത്താൻ സാധിച്ചു. ഒല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം പാഴായി പോയ വർഷങ്ങളാണ്. ഒരുപാട് വികസന മുരടിപ്പ് ഉണ്ടായിട്ടുണ്ട് ആ ഭാഗത്ത്. ടൂറിസം മേഖലയിലായാലും ഏത് മേഖലയിലായാലും ഒല്ലൂര് പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒല്ലൂരിലെ ജനങ്ങളിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. ജനങ്ങൾ UDFനെ തിരിച്ചു കൊണ്ടുവരും. തൃശൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ P. ഇന്ദു നായരാണ് പത്രികകൾ സ്വീകരിച്ചത്. TCV ന്യൂസ്, തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുടയിലെ LDF സ്ഥാനാർത്ഥി R. ബിന്ദു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട RDO മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. LDF നേതാക്കളായ ഉല്ലാസ് കള്ളക്കാട്ട്, P. മണി, VA മനോജ് കുമാർ, NK ഉദയപ്രകാശ് തുടങ്ങിയവരൊപ്പം ഉണ്ടായിരുന്നു. ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും ഇരിങ്ങാലക്കുട LDFനൊപ്പം നിൽക്കുമെന്നും R. ബിന്ദു പറഞ്ഞു.
ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട RDO മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് KR ശ്രീകുമാർ, BDJS നിയോജകമണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, BJP മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് എന്നിവർ സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു. രാജ്യത്താദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്ന പദ്ധതി ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് താൻ MLA ആയിരുന്നപ്പോഴാണെന്ന് UDF സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. നിയോജകമണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം എത്തിക്കുവാൻ കഴിഞ്ഞു. കാർഷിക മേഖലയിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നും ഇരിങ്ങാലക്കുട UDF-നൊപ്പം നിൽക്കുമെന്നും തോമസ് ഉണ്ണിയാടൻ കൂട്ടിച്ചേർത്തു. ഗുരുവായൂരിലെ LDF സ്ഥാനാർത്ഥി NK അക്ബർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചാവക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് വരണാധികാരി R സംഗീത് മുൻപാകെ പത്രിക നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, മുതിർന്ന നേതാവ് ബേബി ജോൺ, C സുമേഷ്, കൃഷ്ണദാസ്, TT ശിവദാസ്, MA ഹാരിസ് ബാബു, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ തുടങ്ങിയവരൊപ്പമുണ്ടായിരുന്നു. ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥി CH റഷീദും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയോജകമണ്ഡലം ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് വരണാധികാരി R സംഗീത് മുൻപാകെ പത്രിക നൽകിയത്. നേതാക്കളായ O അബ്ദുറഹ്മാൻ കുട്ടി, RV അബ്ദുൾ റഹീം, KV ഷാനവാസ്, C ഗോപപ്രതാപൻ, TS അജിത്ത് തുടങ്ങിയവരൊപ്പമുണ്ടായിരുന്നു. ചേലക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി UR പ്രദീപ് പത്രിക നൽകി. തലപ്പള്ളി താലൂക്ക് ഓഫീസിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ K ശരവണന് മുൻപാകെയാണ് 2 സെറ്റ് പത്രിക സമർപ്പിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായാണ് UR പ്രദീപ് എത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, ജില്ലാ കമ്മിറ്റി അംഗം KV നഫീസ, CPI മണ്ഡലം സെക്രട്ടറി P ശ്രീകുമാർ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. UDF കയ്പമംഗലം മണ്ഡലം സ്ഥാനാർത്ഥി TM നാസർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ഡെപ്യൂട്ടി കളക്ടർ മുൻപാകെയാണ് പത്രിക നൽകിയത്. UDF നേതാക്കളായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, PS മുജീബ് റഹ്മാൻ, അഡ്വക്കേറ്റ് VM മൊഹിയുദ്ദീൻ, PP ജോൺ, സിദ്ദിഖ്, നിഷാഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. കയ്പമംഗലം മണ്ഡലം LDF സ്ഥാനാർത്ഥി KK വത്സരാജ് പത്രിക നൽകി. വരണാധികാരിയായ തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ സിസിലി ആന്റണി മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TK സുധീഷ്, KS ജയ, CPM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, മഞ്ജുള അരുണൻ തുടങ്ങിയവരൊപ്പമുണ്ടായിരുന്നു. വടക്കാഞ്ചേരിയിലെ LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പള്ളി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തലപ്പള്ളി താലൂക്ക് തഹസീൽദാർ MC അനുഭവൻ മുൻപാകെ 2 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PN സുരേന്ദ്രൻ, മേരി തോമസ്, CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR സോമനാരായണൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ചാലക്കുടി മണ്ഡലത്തിലെ UDF LDF സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. ചാലക്കുടി തഹസീൽദാർ D ശ്രീജ മുൻപാകെയാണ് UDF-ലെ സനീഷ് കുമാർ ജോസഫും LDF-ലെ ബിജു S ചിറയത്തും പത്രിക നൽകിയത്. ബെന്നി ബെഹന്നാൻ MP, നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു, കോൺഗ്രസ് നേതാക്കളായ VO പൈലപ്പൻ, സിജി ബാലചന്ദ്രൻ, എബി ജോർജ് തുടങ്ങിയവർ UDF സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. മുൻ MLA-മാരായ BD ദേവസി, AK ചന്ദ്രൻ, CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, CV ജോഫി തുടങ്ങിയവർ LDF സ്ഥാനാർത്ഥിക്കൊപ്പം സന്നിഹിതരായി. ഇരു സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവച്ചു. തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേടുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ചാലക്കുടിയുടെ പൊതുമണ്ഡലത്തിൽ എല്ലാവരോടും ഒപ്പം പ്രവർത്തിക്കാനും ഈ നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും ഒക്കെ നന്നായി ഇടപെടാനും കഴിഞ്ഞു എന്നൊരു വലിയ ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.
ചേലക്കരയിലെ NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ തൃശൂർ കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേലിന്റെ സാന്നിധ്യത്തിലായിരുന്നു പത്രികാ സമർപ്പണം. പുതുക്കാട് മണ്ഡലത്തിലെ LDF, UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് എന്നിവരാണ് ജില്ലാ രജിസ്ട്രാർ ജനറൽ PK ബിജു മുൻപാകെ പത്രിക സമർപ്പിച്ചത്. പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ മുൻവശത്തു നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് KK രാമചന്ദ്രൻ പത്രികാ സമർപ്പണം നടത്തിയത്. LDF നേതാക്കളായ VS പ്രിൻസ്, PK ശിവരാമൻ, അഡ്വക്കേറ്റ് TI സേവ്യർ, രാഘവൻ മുളങ്ങാടൻ, CU പ്രിയൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥിക്കൊപ്പം മുൻ MLA MK പോൾസൺ, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ, മുസ്ലിം ലീഗ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അബ്ദുട്ടി ഹാജി എന്നിവർ സന്നിഹിതരായിരുന്നു. ചാവക്കാട് എടക്കഴിയൂരിൽ വീട്ടിൽ നടന്ന പ്രസവത്തിന് ശേഷം അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അക്യൂപങ്ക്ചറിസ്റ്റായ ഭർത്താവ് അറസ്റ്റിൽ. പഞ്ചവടി കല്ലുവളപ്പിൽ ഇബ്രാഹിമിനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി. 7ാമത്തെ പ്രസവത്തിന് ശേഷം അണുബാധയുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് എടക്കഴിയൂർ സ്വദേശി മുഹസിന മരിച്ചത്. വ്രണം പുഴുവരിച്ച നിലയിലായിട്ടും ഭർത്താവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. വീട്ടിലെത്തിയ ബന്ധുക്കളാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. മുഹസീനയുടെ മരണകാരണം പ്രസവശേഷം പരിചരണമില്ലായ്മയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താനും പോലീസ് സർജൻ ശുപാർശ ചെയ്തിരുന്നു. ആളൂർ വെള്ളാഞ്ചിറയിലെ വാടക വീട്ടിൽ ആൺസുഹൃത്തിനൊപ്പം താമസിച്ചിരുന്ന യുവതിയെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. കണ്ണൂർ സ്വദേശിനി വാവടി വീട്ടിൽ ലീനയെയാണ് വെള്ളാഞ്ചിറയിലെ വാടക വീട്ടിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. 40% പൊള്ളലേറ്റ യുവതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആൺസുഹൃത്ത് VR പുരം ശാസ്താംകുന്ന് സ്വദേശി ശരത് വിഷ്ണുവിനെ ആളൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യമൊഴിച്ചാണ് യുവാവ് തീ കൊളുത്തിയത്. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ഇരുവരും തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്നാണ് തീ കൊളുത്തിയത്. ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഒരാഴ്ച മുൻപാണ് ഇവർ വെള്ളാഞ്ചിറയിൽ വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. അരമണി കിലുക്കി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന ചെഞ്ചേലയുടുത്ത കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ 10,000 അശ്വതി കാവു തീണ്ടി. കലിയുടെ മൂർധന്യത്തിൽ സ്വയം സമർപ്പിച്ച് അമ്മയുടെ മടിത്തട്ടിൽ അഭയം തേടി കോമരങ്ങൾ. പാടിയിട്ടും പാടിയിട്ടും തീരാത്ത ആവേശതാളവുമായി ഭക്തസഹസ്രങ്ങൾ. അലകടലിളകും പോലെ കുരുമ്പക്കാവ് ഇരമ്പിയുണർന്നു. കോട്ടയിൽ കോവിലകത്തു നിന്നും വലിയ തമ്പുരാൻ പല്ലക്കിൽ എഴുന്നള്ളിയതോടെ കാവുതീണ്ടൽ ചടങ്ങുകൾക്ക് തുടക്കമായി. പതിവ് പൂജാകർമ്മങ്ങൾ പൂർത്തിയാക്കി ശാന്തിമാർ ശ്രീകോവിൽ ഒഴിഞ്ഞതോടെ വലിയ തമ്പുരാന്റെ അനുമതിയോടെ അടികൾമാർ തൃച്ചന്ദന ചാർത്ത് പൂജ തുടങ്ങി. ദാരിക നിഗ്രഹത്തിനിടയിൽ മുറിവേറ്റ ദേവിക്ക് വൈദ്യനായ പാലക്കവേലന്റെ വിധിപ്രകാരം നടത്തുന്ന ചികിത്സയാണ് തൃച്ചന്ദന ചാർത്തെന്നാണ് വിശ്വാസം. ചടങ്ങ് പൂർത്തിയായതോടെ വലിയ തമ്പുരാൻ നിലപാട് തറയിൽ ഉപവിഷ്ടനായി. കുരുമ്പക്കാവിലെ ആരവത്തിനുമീതെ നിശബ്ദത പെയ്തിറങ്ങി. ആ നിമിഷത്തിൽ വലിയ തമ്പുരാന്റെ അനുമതി അറിയിച്ചുകൊണ്ട് കോയുമ പട്ടുകുടയുയർത്തി. അതേ നിമിഷത്തിൽ തന്നെ പാലക്കവേലൻ ദേവിദാസൻ ആദ്യം കാവുതീണ്ടി. നിമിഷാർദ്ധത്തിന്റെ വ്യത്യാസത്തിൽ 1000 കുരുമ്പക്കാവിനെ വലം വെച്ചു. 3 വട്ടം പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം തമ്പുരാനെ വണങ്ങി ഭക്തർ മടക്കയാത്ര ആരംഭിച്ചു. ഭരണി നാളായ ഞായറാഴ്ച ക്ഷേത്രത്തിലെ വാതിൽമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് കിണ്ടിയും കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തും. തുടർന്ന് വടക്കേനടയിൽ കുമ്പളങ്ങ ബലിയർപ്പിച്ച് വെന്നിക്കുടി നാട്ടുന്നതോടെ ഭരണിയാഘോഷം സമാപിക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ തീപ്പെട്ടു. കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിലായിരുന്നു അന്ത്യം.
കൊടുങ്ങല്ലൂർ മീനഭരണി ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിലെത്തിയ വലിയ തമ്പുരാനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചാലക്കുടിയിൽ LDFന് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം. LDF മുൻ സ്ഥാനാർത്ഥി ഡെന്നിസ് കെ ആന്റണിയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. കേരള കോൺഗ്രസ് M സീറ്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡെന്നിസ് മത്സരിച്ചിരുന്നു. തോറ്റിട്ടും 5 വർഷം മണ്ഡലത്തിൽ പ്രവർത്തിച്ചു. കൊടിയേക്കാൾ വലുത് കോടിയാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തന്നെ പഠിപ്പിച്ചെന്ന് ഡെന്നിസ് ഫേസ്ബുക്കിൽ കുറിച്ചു. സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. അവസാനം ചതിച്ചു. കടുത്ത മാനസിക വിഷമം നേരിട്ടുവെന്നും അദ്ദേഹം കുറിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുനിന്ന് താൻ മാറി നിൽക്കുന്നതല്ല, മാറ്റി നിർത്തിയതാണ്, തന്നെ ചതിച്ചതാണെന്നും ഡെന്നിസ് കെ ആന്റണി ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത്തവണ ചാലക്കുടിയിൽ ബിജു S ചെറിയത്താണ് കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന ബിജു സ്ഥാനം രാജിവെച്ചാണ് സ്ഥാനാർത്ഥിയായത്. TN പ്രതാപനെ അപകീർത്തിപ്പെടുത്തി പ്രസ് ക്ലബിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പാലക്കാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായവർ പരസ്യ കമ്പനിയിലെ ജീവനക്കാരാണ്. TN പ്രതാപന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. മുഖ്യമന്ത്രിയുടെ ആക്ഷേപത്തിന് G സുധാകരൻ മറുപടി പറയുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കൊടുങ്ങല്ലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത് സർക്കാർ ഒളിപ്പിച്ചു വെച്ചു. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട സർക്കാർ ആശുപത്രികൾ ജനങ്ങളെ കൊല്ലുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റി. മരുന്നിനും ഉപകരണങ്ങൾ വാങ്ങാനും പണമില്ലെങ്കിലും PR പ്രവർത്തനത്തിന് പണമുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ബെന്നി ബഹന്നാൻ MP, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ആൽബിൻ പ്ലാക്കൽ, PK നൌഷാദ്, EK അനിലൻ, VA അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. എടവലങ്ങ് കാരയിൽ CPM പ്രവർത്തകന് നേരെ ആക്രമണം. എറിയാട് സ്വദേശി വളവത്ത് വീട്ടിൽ സന്ദീപിനെയാണ് 4 അംഗ സംഘം ആക്രമിച്ചത്. പരിക്കേറ്റ സന്ദീപിനെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BJP പ്രവർത്തകരാണ് തന്നെ ആക്രമിച്ചതെന്ന് സന്ദീപ് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. സായൂജ്, ശരത്ത് യദുകൃഷ്ണ എന്ന് പറഞ്ഞ 4 പേര് വന്നിട്ട് എന്നെ ആക്രമിക്കുകയായിരുന്നു. എന്തിനാടാ നീ ഇവിടെ കാര്യം, നീ ആരാടാ, നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചിട്ടാണ് 2 പേര് വന്നത്. അപ്പം എനിക്ക് എന്താണ് ഇവർ ചോദിക്കണത് എനിക്ക് ആദ്യം മനസ്സിലായി. എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്ന കാര്യം എന്നാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നീ ആരാണ് ചോദിക്കാന്ന് വെച്ചപ്പോൾ ഒരുത്തൻ എൻ്റെ കരണത്തടിച്ച്. അപ്പോൾ യദുകൃഷ്ണ എന്നുള്ളൊരുത്തൻ ഇടിക്കട്ട് വെച്ചിട്ട് മൂക്കിനിടിച്ച വഴിക്ക് എൻ്റെ ഇത് പൊട്ടി. എനിക്ക് നല്ല ഇഞ്ചുറി ഉണ്ടെന്നുള്ളത് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ മൂക്ക് പൊത്തി വീണുപോയി താഴെ. വീണപ്പോൾ വേറെ 2 പേരും കൂടെ സായിച്ച് ചേർത്ത് വന്നവരും കൂടെ വന്നിട്ട് എഴുന്നേക്കാൻ സമ്മതിക്കാതെ അവിടെ ചവിട്ടലും എന്തോ ഇരുമ്പ് വെച്ചിട്ട് ഇവിടെ അടിക്കുകയും ചെയ്തു. ചാലക്കുടി ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന വൈക്കോൽ ലോറിയിൽ അഗ്നിബാധ. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ 1.5 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ പൂർണ്ണമായും അണച്ചു. മുരിങ്ങൂരിൽ വെച്ചാണ് ലോറിയിലെ വൈക്കോൽ കൂമ്പാരത്തിന് തീപിടിച്ച വിവരം ഡ്രൈവർ അറിഞ്ഞത്. മാളയിൽ വൈക്കോൽ ഇറക്കിയ ശേഷം ചാലക്കുടിയിലേക്ക് വന്നതായിരുന്നു ലോറി. ദേശീയപാതയിലേക്ക് കയറിയ ലോറി ചാലക്കുടി പാലം കടന്ന് സൗത്ത് ജംഗ്ഷനിലെ മേൽപ്പാലത്തിലെത്തി വീണ്ടും സർവീസ് റോഡിലൂടെ എറണാകുളം ദിശയിലേക്ക് കയറിയാണ് നിർത്തിയത്. ഇതിനകം നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി അഗ്നിശമന യൂണിറ്റ് സ്ഥലത്തെത്തി. പിന്നീട് അങ്കമാലി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സംഘങ്ങൾ കൂടി എത്തിയാണ് തീ അണച്ചത്. അങ്കമാലി കരയാമ്പറമ്പിലുണ്ടായ വാഹനാപകടത്തിൽ മാള സ്വദേശിനി മരിച്ചു. പൂപ്പത്തി സ്വദേശിനി ഏലൂർ വീട്ടിൽ രാധാകൃഷ്ണന്റെ ഭാര്യ 45 വയസ്സുള്ള ശ്രീദിവ്യയാണ് മരിച്ചത്. അങ്കമാലിയിൽ ജലസേചന വകുപ്പിൽ ജീവനക്കാരിയായ ഇവർ ജോലിക്ക് പോകുമ്പോൾ സഞ്ചരിച്ച സ്കൂട്ടറും ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടനെ തന്നെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടർ വയല വാസുദേവൻ പിള്ള ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. എഴുത്തുകാരി സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ വയല കൾച്ചറൽ സെന്ററിൽ നടന്ന ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ M പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KS രാധാകൃഷ്ണൻ, MP സുരേന്ദ്രൻ, ഡോക്ടർ ശ്രീജിത്ത് രമണൻ, ഡോക്ടർ C മഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ ഫലം കാണുക, അനുഭവിക്കുക, റിഗ്രറ്റ് ചെയ്ത് വന്നിട്ടില്ല. ഒരു വലിയ സ്ഥാപനം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനായി തൃശൂരിലെ ചേതന ഗാനാശ്രമത്തിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ സമാധാന സംഗീത പ്രാർത്ഥനാ യജ്ഞം നടന്നു. ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ പ്രാർത്ഥനാ യജ്ഞത്തിന് നേതൃത്വം നൽകി. M ഹരിദാസ്, P മുഹമ്മദ്, ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ, ഡേവിസ് പൂവത്തിങ്കൽ തുടങ്ങിയവരും പങ്കെടുത്തു.
പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. കനകമല കുരിശുമുടിയിൽ നോമ്പുകാല തീർത്ഥാടനത്തിനെത്തുന്ന വിശ്വാസികൾക്ക് ദിവസവും നേർച്ചക്കഞ്ഞി ഒരുക്കി നൽകുകയാണ് ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളും കുടുംബ യൂണിറ്റുകളുടെയും കൂട്ടായ്മ. ഈസ്റ്റർ ദിനം വരെ മുടങ്ങാതെ നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നതിന് വിപുലമായ സംവിധാനമാണ് തീർത്ഥകേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കനകമല കയറി കുരിശുമുടിയിലെത്തി വിശുദ്ധനെ വണങ്ങിയ ശേഷം ഇറങ്ങിവരുന്ന മുഴുവൻ തീർത്ഥാടകർക്കും അടിവാരം പള്ളിയുടെ അങ്കണത്തിൽ നേർച്ചക്കഞ്ഞിയും ചമ്മന്തിയും ഒരുക്കി നൽകുന്നുണ്ട്. ഇടവകാംഗങ്ങളുടെ ഒരുമയോട് കൂടിയ ചിട്ടയായ പ്രവർത്തനമാണ് മുടങ്ങാതെ നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യാൻ കഴിയുന്നതിന് പിന്നിലുള്ളതെന്ന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട് പറഞ്ഞു. ഇവിടേക്ക് വരുന്ന എല്ലാവർക്കും വൈകിട്ട് 7 മണി മുതൽ നേർച്ചക്കഞ്ഞിയും ചമ്മന്തിയും കൊടുക്കുന്നുണ്ട്. നേർച്ചക്കഞ്ഞി തയ്യാറാക്കാനും വിതരണം ചെയ്യാനും നമ്മുടെ ഇടവകയിലെ 15 കുടുംബ യൂണിറ്റുകളും ഭാരവാഹികളും അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ദിവസങ്ങളിൽ ശരാശരി 1000-ഓളം പേരും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ 5000-ലേറെ പേരും കുരിശുമുടി കയറാനായി കനകമലയിൽ എത്തുന്നുണ്ട്. വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെയാണ് നേർച്ചക്കഞ്ഞി വിതരണം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാത്രി 11 വരെയും നേർച്ചക്കഞ്ഞി നൽകി വരുന്നുണ്ട്. ജനറൽ കൺവീനർ വർഗീസ് കളിയത്ത് പറമ്പിൽ, ഫുഡ് കമ്മിറ്റി കൺവീനർ സൈമൺ കർക്കുറ്റിക്കാരൻ, PRO ഷോജൻ ഡി വിധേയത്തിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കർക്കുറ്റിക്കാരൻ, പൗലോസ് കോപുരം, ജോജു ചുള്ളി എന്നിവരാണ് നേർച്ചക്കഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകുന്നത്. TCV ന്യൂസ്, കൊടകര. തൃശൂർ അതിരൂപത നടത്തുന്ന പാലയൂർ തീർത്ഥാടനം ഞായറാഴ്ച നടക്കും. പുലർച്ചെ 4-ന് ലൂർദ് കത്തീഡ്രലിലെ ദിവ്യബലിക്ക് ശേഷം മുഖ്യ പദയാത്ര തുടങ്ങും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വികാരി ഫാദർ ജോസ് വല്ലൂരാന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും. 11 മണിക്ക് പാലയൂരിൽ പദയാത്ര സമാപിക്കും. മേഖലാ പദയാത്രകളും 11-ന് പാലയൂരിലെത്തും. രണ്ടാം ഘട്ട പദയാത്ര ഉച്ചയ്ക്ക് 2:30 പാവർട്ടി സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നും തുടങ്ങും. 4:30 പാലയൂരിലെത്തുന്ന പദയാത്രയെ വിശിഷ്ടാതിഥികൾ ചേർന്ന് സ്വീകരിക്കും. പൊതുസമ്മേളനം CBCI പ്രസിഡന്റ് കർദിനാൾ ആന്റണി പൂല ഉദ്ഘാടനം ചെയ്യും. 30,000-ഓളം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യും. അന്നേ ദിവസം തുടർച്ചയായി ദിവ്യബലി ഉണ്ടായിരിക്കുമെന്ന് പാലയൂർ ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിഡ് കണ്ണമ്പുഴ പറഞ്ഞു. 1998 തൃശൂർ അതിരൂപത അധ്യക്ഷനായിരുന്ന മാർ ജേക്കബ് തൂങ്ങുഴി പിതാവ് ആരംഭിച്ച പാലയൂർ മഹാതീർത്ഥാടനം നാളെ 29ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഭിനയ പിതാവില്ലാത്ത ആദ്യത്തെ തീർത്ഥാടനം. ആ തീർത്ഥാടനത്തിൽ അനേക ആയിരങ്ങളാണ് പങ്കെടുക്കുക. എനിക്ക് തോന്നുക കേരളത്തിലെ സീറോ മലബാർ സഭയിൽ ഒരു ദിവസം ഇത്രയും അധികം തീർത്ഥാടകർ വരുന്ന മറ്റൊരു തീർത്ഥാടനം ഉണ്ടാവുകയില്ല. അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇവിടേക്ക് വരുന്ന എല്ലാ ഭക്തജനത്തിനും നേർച്ച ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. നേർച്ച കഞ്ഞിയും അതുപോലെ തന്നെ ലഘുഭക്ഷണവുമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുക. സമാപന സമ്മേളന നഗരിയായ മാർ ജേക്കബ് തൂങ്ങുഴി നഗറിൽ ഈ സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക ഇന്ത്യയുടെ CBCI പ്രസിഡന്റ് കർദിനാൾ അന്തോണി പൂലയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തൃശൂരിൽ പൗരപ്രമുഖരുമായി സംവദിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സങ്കല്പ വിത്ത് ഗുജറാത്ത് CM എന്ന പേരിലാണ് കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത്. പുഴയ്ക്കലിൽ നടന്ന പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക വ്യവസായ സംഘടനാ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരാണ് പങ്കെടുത്തത്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റ് പൂർണിമ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇക്കുറി തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന് സ്ഥാനാർത്ഥി പത്മജ യോഗത്തിൽ വ്യക്തമാക്കി. നെല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം തൃശൂരിലെ എലൈറ്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കന്യാകുമാരി പൂനെ ജയന്തി ജനത എക്സ്പ്രസിൽ നിന്നാണ് യുവാവ് വീണത്. യുവാവ് വീഴുന്നത് കണ്ട യാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ട്രെയിൻ നിർത്തി പുറകോട്ടെടുത്ത് അതേ ട്രെയിനിൽ തന്നെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു. നന്മയുടെ ലോകത്തിന്റെ കവിയായിരുന്നു കുഞ്ഞുണ്ണി മാഷെന്ന് എഴുത്തുകാരനും ജീവചരിത്രകാരനുമായ ഡോക്ടർ PR ജയശീലൻ അഭിപ്രായപ്പെട്ടു. ലോക കവിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ ഇത്തിരി ഒത്തിരി എന്ന പേരിൽ സംഘടിപ്പിച്ച കുഞ്ഞുണ്ണി മാഷ് സ്മൃതിയിൽ മുഖ്യപ്രഭാഷണം അവതരിപ്പിക്കുകയായിരുന്നു ജയശീലൻ. ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
സാഹിത്യകാരൻ ഡോക്ടർ എസ് കെ വസന്തൻ, കവി ഡോക്ടർ സി രാവുണ്ണി, അരവിന്ദൻ പണിക്കശ്ശേരി, രാജ്കുമാരി വിനോദ്, അപർണ ബാലകൃഷ്ണൻ എന്നിവർ കുഞ്ഞുണ്ണി മാഷിന്റെ ജീവിതം, സൗഹൃദം, സാഹിത്യം എന്നീ വിഷയങ്ങളിലൂന്നി സംസാരിച്ചു. എഴുത്തുകാരായ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, കെ രഘുനാഥൻ, മോഹൻദാസ് പാറപ്പുറത്ത്, രാജലക്ഷ്മി മാനഴി, പി വിനോദ്, ഉഷ കെ വാര്യർ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തരിച്ച ചരിത്രകാരനും അധ്യാപകനും മാർക്സിയൻ ദാർശനികനുമായ ഡോക്ടർ കെ എൻ പണിക്കരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അനുസ്മരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി എൽ ജോഷി അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം ഡോക്ടർ പി യു മൈത്രി പണിക്കരെ അനുസ്മരിച്ചു. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, ശാസ്ത്ര അവബോധ സമിതി ജില്ലാ കൺവീനർ സി ബാലചന്ദ്രൻ, ചരിത്ര ഗവേഷണ വിദ്യാർത്ഥികളായ എം ജിയ, പി എ അമൃത, ഗൗതം മുരളി, പരിഷത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ സീമ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,380 രൂപ, പവന് 1,07,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ. തൃശൂർ നിയോജക മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ സമയത്തെ ചൊല്ലി തർക്കം. ചാവക്കാട് എടക്കഴിയൂരിൽ വീട്ടിൽ നടന്ന പ്രസവത്തിന് ശേഷം അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അക്യൂപങ്ക്ചറിസ്റ്റായ ഭർത്താവ് അറസ്റ്റിൽ. പഞ്ചവടി കല്ലുവളപ്പിൽ ഇബ്രാഹിമാണ് അറസ്റ്റിലായത്. ആളൂർ വെള്ളാഞ്ചേരിയിൽ മദ്യമൊഴിച്ച് യുവതിയെ തീ കൊളുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ 10,000 കാവു തീണ്ടി. ഭരണി നാളായ ഞായറാഴ്ച കുമ്പളങ്ങ ബലിയർപ്പിച്ച് വെന്നിക്കുടി നാട്ടുന്നതോടെ ഭരണി ആഘോഷത്തിന് സമാപനമാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.